ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അംജ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഗരം മസാല പൊടിച്ചാലോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് പൊടിക്കാറ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഈ ഗരം മസാല പൊടിയിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇതിലില്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ കൂട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഉറപ്പായി അടുത്ത പ്രാവശ്യം അതുപോലെ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഞാനിതൊക്കെ കഴുകി ഡപ്പിയിലാക്കി വെച്ചതാണ്. ഇപ്പം മഴയൊക്കെ അല്ലേ, കഴുകി ഡപ്പിയിലാക്കി പറഞ്ഞാൽ ഉണക്കി ഡപ്പിയിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയ കാരണം ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ചൂടാക്കി എടുത്തിട്ട് ജാറിലോട്ട് ഇട്ട് പൊടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ജാറിലോട്ട് ഞാൻ എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് പൊടിക്കുന്ന സമയത്ത് ഈ പട്ട ഒന്ന് പൊടിച്ചെറുതാക്കാൻ നോക്കണം കേട്ടോ. ഞാൻ ഇത്തിരി വലിപ്പം കൂടി, അത് കാരണം എനിക്ക് 2-3 പ്രാവശ്യം അത് ജാറിന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ തട്ടേണ്ടി വന്നു. അപ്പോൾ ഞാൻ പട്ട പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഏലക്കായി അധികമായോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് പൊടി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആ സെയിം പാത്രത്തിൽ, അതായത് വറുത്ത പാത്രത്തിൽ തന്നെ അത് കൊട്ടി വെക്കും കേട്ടോ. ചൂടാറിയ ശേഷമാണ് ഞാൻ ഡപ്പിയിലേക്ക് ആക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ